എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 21-ാം ദശകത്തിലെ 4-മത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാഃ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. വർഷേ പ്രതീജി, ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ലളിതാത്മനി കേതുമാലേ, കേതുമാലം എന്ന് പേരുള്ള അതിമനോജ്ഞമായ ഭൂവിഭാഗത്തിൽ ലീലാവിശേഷ, കേളീവിശേഷങ്ങളാലും ലസിതസ്മിത, തെളിഞ്ഞ പുഞ്ചിരിയാലും ശോഭനാംഗം, കാന്തിയേറിയ അംഗങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുന്നവനായും ലക്ഷ്മ്യാ, ലക്ഷ്മീദേവിയും പ്രജാപതിസുതൈ, പ്രജാപതിസുതന്മാരും നിഷേവ്യമാണം, നന്നായി സേവിച്ചു പോരുന്നവനും തസ്യാ പ്രിയായ, ആ ലക്ഷ്മീദേവിയുടെ പ്രിയത്തിനു വേണ്ടി, അതായത് ലക്ഷ്മീദേവിയുടെ ആഗ്രഹമനുസരിച്ച് ധൃതകാമതനും, കാമദേവനായി അവതരിച്ചവനുമായ ത്വാം ഭജേ, ഹേ കൃഷ്ണ, അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് കേതുമാലം എന്ന പേരിൽ അതിമനോജ്ഞമായ ഭൂവിഭാഗത്തിൽ കേളീവിശേഷങ്ങളാലും സുസ്മിതത്താലും കാന്തിയേറിയ അംഗങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുന്നവനും ലക്ഷ്മീ ഭഗവതിയുടെയും പ്രജാപതിസുതന്മാരുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രീഭൂതനായവനും ലക്ഷ്മിയുടെ അഭിലാഷമനുസരിച്ച് മന്മഥ ശരീരം പൂണ്ടവനും ആയ ഭഗവാനെ ഞാൻ അങ്ങയെ നമിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ നരസിംഹമൂർത്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ നരസിംഹമൂർത്തിയുടെ ശാന്ത ധവളാകൃതിത്വം മറ്റുള്ള കാര്യങ്ങളുമെല്ലാം 25-ാം ദശകത്തിൽ ഒന്നുകൂടി വിസ്തരിക്കുന്നുണ്ട്. ഇനി ഈ ശ്ലോകത്തിൽ കാമദേവനായി അവതരിച്ചു ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. പൊതുവേ നമ്മുടെ എല്ലാ മനസ്സിൽ കാമനെ കത്തിച്ചതാരാ? മഹാദേവന. അപ്പോൾ ഇനി കാമനെ ജനിപ്പിക്കണ്ടേ? ആരാണ് ഇവിടെ കാമദേവനായി അവതരിച്ചത് എന്നതാണ് നമ്മുടെ സംശയം. പ്രദ്യുമ്നനെയാണ് ഇവിടെ കാമദേവൻ എന്ന് പറയുന്നത്. അതുപോലെ പ്രജാപതിസുതന്മാർ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മദേവൻ്റെ പുത്രന്മാരായ സനകാദികളെയാണ് പ്രജാപതിസുതന്മാർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവരെല്ലാം ആരെ ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ ആരെ സേവിച്ചിരുന്നു? ശ്രീ ഭഗവതി പോലും ഭഗവാനെ സേവിച്ചിരുന്നു. ആരെയാ? സാക്ഷാൽ ശ്രീനാരായണനെ. ഹരേ കൃഷ്ണ.